السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റായ ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാത്തിഖീന ബിഹ മദീന അറബിക് എന്ന എളുപ്പത്തിൽ നാം പറയുന്ന അറബി പഠന കോഴ്സ് അതിൻ്റെ രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് അഥവാ പാഠപുസ്തകം രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിൻ്റെ ഒന്നാം ഭാഗം നാം വളരെ ഭംഗിയായി വിജയകരമായി പൂർത്തീകരിച്ചു. അതിൻ്റെ രണ്ടാം ഭാഗം കുറച്ചുകൂടി വ്യാകരണങ്ങൾ ഉൾക്കൊള്ളുന്നതും എന്നാൽ നാം നേരത്തെ പഠിച്ച പദങ്ങൾ മിക്കവാറും നാം നേരത്തെ പഠിച്ച പദങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നവയാണ്. അഥവാ ഒരു 5%, ഒരു 5% അല്ലെങ്കിൽ അതിലും കുറവ് മാത്രമേ പുതിയ പദങ്ങൾ ഓരോ പാഠത്തിലും വരുന്നുള്ളൂ. അതാണ് ഈ പരമ്പരയുടെ, ഈ പുസ്തക പരമ്പരയുടെ പ്രത്യേകത. അതുകൊണ്ട് പുതിയ പദങ്ങൾ ഒരുപാട് വന്നുകൊണ്ട് നമുക്ക് ഒരു ഭാഷാ പഠനം ഒരു പ്രയാസകരമായി തോന്നാതെ ഉള്ള വാക്കുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ആശയവിനിമയം നടത്താം, ഇതാണ് നാം ഇതിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ചെറിയ ഒരു ടെക്നിക്കൽ എറർ സാങ്കേതിക പിഴവ് സംഭവിച്ചതാണ്. ഞാൻ ഓൺ ചെയ്യുമ്പോൾ 8:55 ഞാൻ ഓൺ ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ഷെഡ്യൂൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം അതിൻ്റെ ഡേറ്റ് ലിമിറ്റ് ഉണ്ട്. ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ മറന്നതാണ് പ്രശ്നമായത്. അതുകൊണ്ട് ഇപ്പോൾ 20 മിനിറ്റ് വൈകിയാണ്. ഇനിയും കുറച്ച് ആൾക്കാർ കൂടി, കുറച്ച് പഠിതാക്കൾ കൂടി ലോഗിൻ ചെയ്യാനുണ്ട്. ഏതായാലും ഇത്ര നേരം കാത്തിരുന്ന ഈ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇത്രയും പഠിതാക്കളെ നിരാശപ്പെടുത്താതെ ഈ രണ്ടാം സെമസ്റ്റർ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ രണ്ടാം സെമസ്റ്ററിൻ്റെ പ്രഥമ സെഷനിൽ തന്നെ ആകാംക്ഷയോടുകൂടി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്ത, ലോഗിൻ ചെയ്ത എല്ലാവർക്കും അള്ളാഹു വളരെയധികം പ്രതിഫലം നൽകട്ടെ. ഖുർആൻ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം അറബി ഭാഷയുടെ വാതായനം തുറന്നിടുക കൂടി ചെയ്യുകയാണ്. അറബി ഭാഷയിലേക്ക് നിങ്ങൾക്ക് ഇനി വളരെ വേഗത്തിൽ കടന്നു പോകാൻ കഴിയും. കുറെ അധികം വ്യാകരണ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനകം, അണ്ടർസ്റ്റാൻഡ് ഖുർആനിലൂടെയും അല്ലാതെയും. ഇനിയും കുറെ അധികം പഠിക്കാനുണ്ട്. മലയാള ഭാഷയിലെ ഗ്രാമർ പോലെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു ഭാഷയിലെയും ഗ്രാമർ പോലെ തന്നെ വ്യാകരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശദമായ അല്ലെങ്കിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു 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 സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്.
അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് ഉള്ള അറിവ് വെച്ചുകൊണ്ട് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ മറ്റുള്ളവരുമായി നമുക്ക് ഇടപഴകാം എന്നതാണ് നാം ഈ പാഠ പരമ്പരയിലൂടെ പഠിക്കുന്നത്. യൂണിറ്റ് 1, ലെസൺ 1. അപ്പൊ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ എഡിഷനാണ്. അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച ഒരു കോപ്പിയാണ് ഞാനിവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകം ടെക്സ്റ്റ് ബുക്ക് റിവൈസ്ഡ് എഡിഷനാണ് ഞാൻ അയച്ചു തന്നിട്ടുള്ളത്. ചിലരുടേത് അയക്കാൻ പെൻഡിങ് ആണ്, അത് കൊറിയർ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നാളെ അയക്കും. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ PDF-ഉം നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ രീതിയിൽ PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ വീഡിയോയും ഷെയർ ചെയ്യും സാധാരണ പോലെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ പാഠപുസ്തകം റിവൈസ്ഡ് എഡിഷനാണ്. അതായത് നേരത്തെ നമ്മൾ 4 ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 3 ഭാഗമായിട്ടാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ 2ാം ഭാഗം റിവൈസ്ഡ് എഡിഷനാണ്. എങ്ങനെയാണ് അതിൻ്റെ റിവിഷൻ എന്നത് ഞാൻ നേരത്തെ അങ്ങനെ ഇത് വിശദമായി നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ ക്ലാസ്സും നോക്കി പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പഴയ വെർഷൻ എങ്ങനെയായിരുന്നു, പുതിയ വെർഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഇവിടെ അമേരിക്കൻ എഡിഷൻ മിക്കവാറും പഴയ എഡിഷൻ ആകാനാണ് സാധ്യത. അപ്പം നമുക്ക് വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുതിയ പുസ്തകം കയ്യിലുള്ളവർ ഇതിനകം കയ്യിൽ കിട്ടിയെന്ന് ഇതിലിപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത അഷ്റഫ് സാറ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെ പലർക്കും കിട്ടിയിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടിയവരും ഇത് വായിക്കുമ്പോൾ ഇടയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മാറ്റമുണ്ടെങ്കിൽ. ഇവിടെ അമേരിക്കൻ എഡിഷൻ എടുക്കാൻ കാരണം അതിൻ്റെ PDF അവൈലബിൾ ആണ്. നമ്മളായിട്ട് ഇതിൻ്റെ PDF എടുത്താൽ അത് ഇത്രത്തോളം ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ പിന്നെ അതിൽ ക്ലാരിറ്റി കുറയും. പിന്നെ മാത്രമല്ല ഇതിൽ കുറച്ച് കളർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ശരി, യൂണിറ്റ് 1 അദർസുൽ അവൽ. നേരത്തെ നമ്മൾ ഒന്നാമത്തേത് മുതൽ അസാലിസു ഇശ്റൂൻ, അദർസു സാലിസു ഇശ്റൂൻ, സാലിസു ഇശ്റൂൻ വരെ നമ്മൾ പഠിച്ചു. 32 വരെ പഠിച്ചു. അപ്പൊ ആ 1 മുതൽ 32 വരെയുള്ള ഓർഡിനൽ കൗണ്ടിങ്, അവല് മുതൽ 32 വരെയുള്ളത് 32ആണോ 33ആണോ? അല്ല, 23. സാലിസ് ഇശ്റൂൻ 23 വരെയുള്ള കൗണ്ടിങ് എഴുതി നിങ്ങൾ വെച്ച് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. ഓക്കെ, പരീക്ഷ നമ്മൾ അത്രയും ടഫായിട്ട് ചോദിക്കുന്നില്ല കേട്ടോ. പരീക്ഷ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം, പരീക്ഷ എഴുതണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ എന്തായാലും കുറച്ചുകൂടി പഠിക്കും. പരീക്ഷ ഇല്ലാതെ പഠിക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും പഠിക്കുക. അതുകൊണ്ടാണ് പരീക്ഷ നടത്തുകയും പരീക്ഷ സിമ്പിളാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹുമ്മ യസ്സിർ ലനാ ഉമൂറനാ, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. അപ്പോൾ ഇതൊരു സംഭാഷണമാണ്, ഒരു ചെറിയ ഒരു സംഭാഷണമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രാക്ടിക്കലി കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുകയാണ് ആക്ടിവിറ്റിയിലൂടെ. ആക്ടിവിറ്റി വരുന്നത് തംരീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എക്സസൈസസ്. ആ എക്സസൈസിലൂടെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഹാഷിമും ഉസ്താദും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഹാഷിം: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അറിയാം, സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മറുപടി പറയുന്ന ആൾക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറയാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം.
ഇനി സലാം പറയുന്ന ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ മറുപടി പറയുന്ന ആൾക്ക് വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചേർക്കാം. പറയുന്ന ആള് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? മറുപടി പറയുന്ന ആൾ വീണ്ടും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജന്നതുഹു ചേർക്കാം. ജന്നത്തും കൂടെ പറയുന്ന ആൾ പറഞ്ഞാൽ മഗ്ഫിറത്തുഹും കൂടെ ചേർക്കാം. അങ്ങനെ നമുക്ക് അധികമായി എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതൊക്കെ കൂടി ചേർക്കാം. അറബി ഭാഷയിൽ ഒരുപാട് ഔപചാരികതയുണ്ട്. അറബിയിൽ ആ ഔപചാരികതയിൽ എല്ലാത്തിലേക്കും പോകുന്നില്ല. അത് കുറേശ്ശെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. അപ്പോൾ സലാം പറയുന്ന ആൾ പറയുന്നതിനേക്കാളും അല്പം കൂടി കൂടുതൽ പറയുക എന്നതാണ് മറുപടി പറയുന്ന ആൾ ഉത്തരവാദിത്വം. ഇപ്പൊ ഹാഷിം പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മുദർരിസു അധ്യാപകൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ രക്ഷയും സമാധാനവും താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്നാണ്. താങ്കളുടെ മേൽ എന്ന് മാത്രമേ ഭാഷാർത്ഥമുള്ളൂ. പക്ഷേ അത് പ്രയോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനാ രൂപമാണ്. വ റഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ കാരുണ്യവും, വ ബറകാതുഹു ബർക്കത്തിന്റെ ബഹുവചനമാണ് ബറക്കാത്ത്, അവന്റെ അനുഗ്രഹങ്ങളും. വ അലൈക്കും താങ്കൾക്കും അപ്രകാരമെല്ലാം ഉണ്ടാകട്ടെ. ഇപ്പൊ വ ചേർക്കുകയാണ്, എന്നിട്ട് അലൈക്കും മുമ്പേ ചേർക്കുന്നു. വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഷിം كيف حالك يا أستاذ؟ أستاذ كيف حال؟ എന്താണ് താങ്കളുടെ അവസ്ഥ? ലഅല്ലക ബിഖൈർ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം, എന്താണ് സുഖമല്ലേ, സുഖമായിരിക്കട്ടെ. കത്തുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ സുഖമായിരിക്കുമെന്ന് കരുതുന്നു, സുഖമായിരിക്കട്ടെ എന്നൊക്കെ പറയും. അതേപോലുള്ള ഒരു പദമാണ്, പ്രയോഗമാണ് ലഅല്ലക ബിഖൈർ, താങ്കൾ ഖൈറിൽ ആയിരിക്കട്ടെ എന്ന ആശംസയാണ്. ലഅല്ലക എന്ന് പറഞ്ഞാൽ താങ്കൾ ആയേക്കാം, അല്ലെങ്കിൽ ആകുന്നതിന് വേണ്ടി, ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ലഅല്ല എന്ന വാക്ക് ആഗ്രഹത്തിന്റെ പ്രതീക്ഷയുടെ പദമാണ്. ലഅല്ലക ബിഖൈർ എന്ന് പറഞ്ഞാൽ താങ്കൾ ഖൈറിലാകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ ആശയം വരിക. അപ്പൊ ലഅല്ല എന്നതാണ് ആ വാക്ക്. അപ്പൊ ലഅല്ലക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാള് ഒരു പുരുഷനാണ്. ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാള് പുരുഷന്മാരാണ്, ബഹുവചനമാണ്. അപ്പൊ അങ്ങനെ കിതാബുക്ക, കിതാബുഹു എന്ന് പറയുന്നത് പോലെ ലഅല്ലഹു ഏർക്കാം. ലഅല്ലഹും, ലഅല്ലക, ലഅല്ലക്കും, ലഅല്ലി. ഖുർആനിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, ലഅല്ലഹും ഓർമ്മയില്ല ആയത്ത്. ലഅല്ലക ബാഖിഉൻ നഫ്സക, അൽ കഹഫ്. ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലി അത്തലിഉ, ലഅല്ലനാ നത്തബിഉ. അങ്ങനെ അപ്പോ ഇതെല്ലാം ഖുർആനിൽ വന്നിട്ടുണ്ട്. كيف حالك يا أستاذ؟ لعلك بخير. المدرس അധ്യാപകൻ അൽഹംദുലില്ലാഹ്. ഇതൊരു പ്രധാനപ്പെട്ട പദമാണ്, പ്രയോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നാം പറയുമ്പോൾ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. ഏത് ഹാലിലും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് ഒരു വലിയ ജീവിത ശൈലിയായി തന്നെ മാറണം. വകൈഫ ഹാലുക അൻത യാ ഹാഷിം. എന്തുകൊണ്ടാണ് അവിടെ വാ ചേർത്തത്? കൈഫ ഹാലുക എന്ന് ഒരു ഹാഷിം ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മറുപടി പറയുമ്പോൾ വകൈഫ ഹാലുക അൻത യാ ഹാഷിം. ഹാഷിമേ, നിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? കൈഫ ഹാലുക അൻത. അപ്പൊ നേരത്തെ കൈഫ ഹാലുക യാ ഉസ്താദ് എന്നാണ് ചോദിച്ചത്. കൈഫ ഹാലുക അൻത എന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ടാ? അത് തുടങ്ങുന്ന ആള് തുടങ്ങിയപ്പോ കൈഫ ഹാലുക എന്നാണ് തുടങ്ങിയത്. തിരിച്ചു ചോദിക്കുന്ന ആള്, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന ആള്
നിന്റെ വിശേഷം എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്ന ആൾ ചോദിക്കില്ല, തുടങ്ങുന്നയാള്. ചോദിക്കുന്ന ആൾ ചോദിക്കുന്നു എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം എന്ന് ചോദിക്കും. മറുപടി പറയുന്ന ആള് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നു നിന്റെ വിശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇവിടെ വാ ചേർത്ത്. വ കൈഫ ഹാലുക അൻത യാ ഹാഷിം യാ ഹാഷിമു അന ഉഹിബ്ബുക കസീറൻ യാ ഹാഷിം, ഞാൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ക നിന്നെ. അപ്പൊ ക എന്നുള്ളത് എന്താക്കാം? അന ഉഹിബ്ബുക എന്നത് അന ഉഹിബ്ബുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുഹു ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുഹും ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുക ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുക്കും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുനി ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു. അന ഉഹിബ്ബുന ഞാൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഉഹിബ്ബുഹു ഉഹിബ്ബുഹും ഉഹിബ്ബുക ഉഹിബ്ബുക്കും ഉഹിബ്ബുനി ഉഹിബ്ബുന ഒക്കെ അങ്ങനെ രീതിയിൽ നമുക്ക് പറയാം. കസീറൻ ധാരാളം. യാ ഹാഷിം ഹാഷിമെ ഞാൻ നിന്നെ ധാരാളം വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ നിന്നെ വളരെയധികം ഇഷ്ടപ്പെടും. ഇന്നൊക്കെ ത്വാലിബുൻ ജക്കിയുൻ, നീ ഒരു ജക്കിയുൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൂർമ്മതയുള്ള അല്ലെങ്കിൽ ബുദ്ധിമാനായ, നീ ഒരു മിടുക്കനായ. അപ്പൊ മുജിത്തഹിദുൻ, അപ്പൊ ജക്കിയുൻ എന്ന വാക്ക് പുതിയ വാക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. മുജിത്തഹിദ് നേരത്തെ വന്നിട്ടുണ്ട്. പ്രയത്നശാലിയായ, നീ ഹാർഡ് വർക്ക് ചെയ്യുന്ന ബുദ്ധിമാനായ. ഖുലുഖ് സ്വഭാവം. ഇന്നക ലഅല ഖുലുഖിൻ അളീം. ഖുർആൻ സൂറത്തു അൽ ഖലം. ഇന്നക ലഅല ഖുലുഖിൻ അളീം, ഒരു ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അപ്പൊ ഖുലുഖ് സ്വഭാവം ഇവിടെ നല്ല സ്വഭാവം എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ദു ഖുലുഖിൻ നല്ല സ്വഭാവക്കാരനും, ഇപ്പൊ മുജിത്തഹിദിൻ പ്രയത്നശാലിയും, ജക്കിയുൻ ബുദ്ധിമാനുമായ ഒരു വിദ്യാർത്ഥിയാണെന്ന്. അപ്പോ അപ്പൊ നമുക്ക് ചോദ്യം ചെയ്യാം. കൈഫ ഹാലുക അൻത യാ ഹാഷിം അന ഉഹിബ്ബുക കസീറൻ. അപ്പോ യുഹിബ്ബുൽ ഉസ്താദു, ഉഹിബ്ബു എന്ന് പറഞ്ഞപ്പോ എന്തായി? അഹബ്ബ ഇഷ്ടപ്പെട്ടു, ഉഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു. ഇത് രണ്ട് മാത്രം പഠിച്ചാൽ മതി. അത് മുഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു. കാരണം എങ്കിലും നമുക്ക് ചില സെന്റൻസ് മാറ്റി പറയാൻ പറ്റും. ഇപ്പൊ ഉസ്താദ് പറഞ്ഞു ഖാലൽ ഉസ്താദു അന ഉഹിബ്ബുക കസീറൻ യാ ഹാഷിം. മാദാ ഖാലൽ ഉസ്താദ്? ഖാലൽ ഉസ്താദ് അന ഉഹിബ്ബുക കസീറൻ യാ ഹാഷിം. ഹൽ യുഹിബ്ബുൽ ഉസ്താദു അൽ ഹാഷിമ? ഹൽ യുഹിബ്ബുൽ ഉസ്താദു അൽ ഹാഷിം? ഉസ്താദ് ഹാഷിമിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നഅം യുഹിബ്ബുൽ ഉസ്താദു അൽ ഉസ്താദു യുഹിബ്ബു ഹാഷിമ കസീറൻ. യുഹിബ്ബു ഹാഷിമ കസീറൻ. അൽ മുദർരിസു യുഹിബ്ബു ഹാഷിമ കസീറൻ, ധാരാളം ഇഷ്ടപ്പെടുന്നു. മാദാ ഖാലൽ ഉസ്താദു? എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഇന്നക താലിബുൻ സകിയ്യുൻ, ഇന്നക താലിബുൻ സകിയ്യുൻ വ മുജ്തഹിദുൻ വ ദൂ ഖുലുഖിൻ. അപ്പോ ഇന്നക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നീ. ഇന്നക എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ സർവനാമങ്ങളോടൊപ്പം ചേർത്ത് പറയാം. ഇന്നഹു തീർച്ചയായും അവൻ, ഇന്നഹും തീർച്ചയായും അവർ, ഇന്നക്ക തീർച്ചയായും നീ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇന്നി തീർച്ചയായും ഞാൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഇന്നഹ തീർച്ചയായും അവൾ. അപ്പോ മാതാ ഖാലൽ മുദർരിസു? ഖാലൽ മുദർരിസ് ഇന്നഹു
ഇന്ന ഹാഷിമ, ഇന്ന ഹാഷിമ, അതിന്റെ വിശദീകരണം നമ്മൾ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഇന്ന ഹാഷിമ, തീർച്ചയായും ഹാഷിം താലിബുൻ ജക്കിയുൻ വ മുജ്തഹിദുൻ വദു ഖുലുഖിൻ എന്നാണ് പറഞ്ഞത്. ഖാലൽ മുദർരിസു ഇന്ന ഹാഷിമ താലിബുൻ ജക്കിയുൻ വ മുജ്തഹിദുൻ വദു ഖുലുഖിൻ. ഖുലുഖ് സ്വഭാവം, നല്ല സ്വഭാവമുള്ള ആള്, മുജ്തഹിദ് പ്രയത്നശാലി, ജക്കിയ് ബുദ്ധിമാൻ. പിന്നെ എന്ത് പറഞ്ഞു? ഓ മാതാ ഖാൽ ഉസ്താദ് അൽ മുദർരിസ് ويسأل المدرس أمن باكستان أنت أم من الهند يا هاشم. ഉസ്താദ് മുദർരിസ് ചോദിക്കുകയാണ്, അമിൻ പാകിസ്ഥാന. നമ്മൾ മിൻ പഠിച്ചിരുന്നു. മിൻ കഴിഞ്ഞാൽ വരുന്ന നാമത്തിന് കെസ്ർ വരണമെന്ന് പഠിച്ചു. പക്ഷെ പാകിസ്ഥാൻ ആ കെസ്റിന് വിധേയമാകുന്ന സ്ഥാൻ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കെസ്ർ വരില്ല കേട്ടോ. പാകിസ്ഥാനിന് കെസ്ർ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ തൻവീൻ സ്വീകരിക്കാത്ത നാമമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിൻ പാകിസ്ഥാന എന്നേ വരുള്ളൂ. മിൻ കെസ്റിന് പകരം ഫത്തഹാണ് കൊടുക്കുന്നത്. അമിൻ പാകിസ്ഥാന അൻത മിൻ അം മിനൽ ഹിന്ദ് യാ ഹാഷിം. അതല്ല, അം അതല്ല, അം അതല്ല, മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ, യാ ഹാഷിം അല്ലയോ ഹാഷിമേ. അപ്പോ എന്താണ് ഉസ്താദ് ചോദിച്ചത്? സഅൽ മുദർരിസ് അമിൻ പാകിസ്ഥാൻ ഹുവ അം മിനൽ ഹിന്ദ്. ഹാഷിം പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണോ അതല്ല ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ എന്നാണ് ചോദിച്ചത്. സഅൽ മുദർരിസ് അമിൻ പാകിസ്ഥാൻ ഹുവ അം മിനൽ ഹിന്ദ് എന്നാണ് ചോദിച്ചത്. ഹാഷിം ഹാഷിം ഇന്നി മിനൽ ഹിന്ദ് വ അജാബ ഹാഷിം. ഇന്നി മിനൽ ഹിന്ദ് അജാബ ഹാഷിം. ഹാഷിം മറുപടി പറഞ്ഞു ഇന്നി മിനൽ ഹിന്ദ്. അവൻ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളവനാണ്. ഇന്നി മിനൽ ഹിന്ദ്, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞു. ഇന്നി മിനൽ ഹിന്ദ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, മാറ്റി വേണമെങ്കിൽ പറയാം. അജാബ ഹാഷിം ഇന്നഹു മിനൽ ഹിന്ദ്, ഇന്നഹു മിനൽ ഹിന്ദ്. അവൻ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് എന്ന് ഹാഷിം മറുപടി പറയും. അൽ മുദർരിസ്, മുദർരിസ് വീണ്ടും ചോദിക്കുന്നു, ജമീലുക, ജമീൽ ക്ലാസ്മേറ്റ്, ജമീലുക അല്ലദീ ഖറജ മഅക, നിന്നോടൊപ്പം പുറത്ത് പോയവനായ, നിന്നോടൊപ്പം പുറത്ത് പോയവനായ, അൽ ആൻ നൗ ഇപ്പോൾ, ഇപ്പോൾ നിന്നോടൊപ്പം പുറത്ത് പോയവനായ അല്ലെങ്കിൽ പുറത്ത് വന്നതായ നിന്റെ ക്ലാസ്മേറ്റ്, മിനൽ ഫസിൽ, മിനൽ ഫസിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ നിന്നോടൊപ്പം പുറത്ത് വന്നതായ നിന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു കോമയുണ്ട് കേട്ടോ. അപ്പൊ അയാളെ കുറിച്ച് ഇത്രയും പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് പിന്നെ ഒരു കാര്യം പറയുകയാണ്. ഹുവ അയലൻ മിനൽ ഹിന്ദ്. അയലൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓൾസോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ എന്ന് പറയുമ്പോൾ വായുടെ അർത്ഥത്തിലുള്ള അല്ല. അയലൻ ഓൾസോ എന്ന് പറയുമ്പോൾ ആൻഡിന്റെ അർത്ഥം അല്ലല്ലോ. പക്ഷെ മലയാളത്തില് എന്നാണ് വരുന്നത്. അയലൻ, അവനും മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ? ജമീലുക്ക അല്ലദീ ഖറജ മഅക, നിന്റെ സുഹൃത്ത്, നിന്റെ ക്ലാസ്മേറ്റ്, അല്ലദീ ഖറജ മഅക അൽ ആൻ മിനൽ ഫസ്ൽ, നിന്നോടൊപ്പം ഇപ്പോൾ ക്ലാസ്സിൽ നിന്നും പുറത്തു വന്നവനായ, അഹുവ ഐലൻ, അഹുവ അവൻ ആണോ, അവനാണോ, അഹുവ അവനാണോ, ഐലൻ അവനും ആണോ, മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നുള്ളവനാണോ? ഹാഷിം, ഹാഷിം മറുപടി പറഞ്ഞു ഇല്ല, ഇല്ല. അപ്പൊ സംസാരിക്കുമ്പോഴും ആ ലായി കഴിഞ്ഞിട്ട് ഒരു കോമ ഉള്ളതായിട്ട് തോന്നണം. ഇല്ല, ഇന്നഹു മിൻ പാകിസ്ഥാൻ, അവൻ പാകിസ്ഥാനിൽ നിന്നുള്ളയാളാണ്.
ഇന്നഹു മിൻ പാകിസ്ഥാൻ. അപ്പൊ ഇന്നയ്ക്ക് തീർച്ചയായും എന്ന അർത്ഥമാണ് ശരിക്കും വേർഡ് മീനിങ് ആയിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ അത് ഇന്ന അവിടെ പറഞ്ഞു കൊള്ളണമെന്നില്ല, തീർച്ചയായും എന്ന സംഗതി പറഞ്ഞു കൊള്ളണമെന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതൊക്കെ തീർച്ചയായും എന്നതല്ല പ്രസക്തി, അതൊരു യൂസേജ് ആയിട്ട് വരികയാണ്. അല്ല ഇന്നഹു മിൻ പാകിസ്ഥാൻ, അവൻ പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണ്. അത് മുദരിസ് അധ്യാപകൻ. ഇന്ന സഅതക ജമീലുൻ. അപ്പൊ ഇവിടെ പറഞ്ഞിടത്തൊന്നും ഇന്ന കഴിഞ്ഞിട്ട് ഒരു നൗണ് വന്നിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അൽ മുദരിസ് മുതൽ വായിച്ചു നോക്കുക. മൂന്നാമത്തെ അൽ മുദരിസ് അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം, അൽ മുദരിസ് അൽഹംദുലില്ലാ പറഞ്ഞതിന് ശേഷം വകൈഫ ഹാലുക അൻത യാ ഹാഷിം അന മുഹിബ്ബുക കസീറൻ യാ ഹാഷിം ഇന്നക താലിബുൻ. ഇന്നയ്ക്ക് ശേഷം നൗൺ വന്നില്ല, ഇന്നയുടെ കൂടെ സർവനാമം ചേർക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്തായി? ഇന്നക്ക എന്നാണ് വന്നത്. അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചു. ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്ന ഇന്നഹ പറഞ്ഞു. അപ്പൊ ഇന്നക്ക സർവനാമം ചേർന്നു വന്നു. ഇന്നക്ക താലിബുൻ ജക്കിയ്യിൻ വ മുജ്തഹിദിൻ വദു ഖുലുഖിൻ അമിൻ പാകിസ്ഥാൻ അൻത യ അം മിനൽ ഹിന്ദ് യാ ഹാഷിം. അപ്പൊ ഇവിടെ ഇന്നയുടെ സബ്ജക്റ്റ് ആണ് ഈ ലെസണിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഇന്ന അപ്പൊ നല്ലൊരു പഠനമാണത്. നമ്മൾ നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇന്ന പഠിച്ചിട്ടുള്ളവരുണ്ട്, അപ്പൊ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. നേരത്തെ പഠിച്ചതിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്യും. ഇന്നക്ക താലിബുൻ ദക്കിയുൻ, അപ്പൊ ഇന്നക്ക എന്നാണ് വന്നത്. ഹാഷിം എന്ത് മറുപടി പറഞ്ഞു? ഇന്നി മിനൽ ഹിന്ദ്, ഞാൻ ഇന്ത്യ എന്നുള്ളവനാണ്. അപ്പൊ ഇന്നി എന്ന് പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്ന് പറഞ്ഞു. പിന്നെ അൽ മുദരിസ് ചോദിച്ചു ഹിന്ദ് എന്ന് ചോദിച്ചപ്പോൾ ഹാഷിം എന്ത് പറഞ്ഞു? ലാ ഇന്നഹു മിൻ പാകിസ്ഥാൻ. അപ്പോ മുദരിസ് ആദ്യം പറഞ്ഞതിൽ ഇന്നക്ക വന്നു, ഹാഷിം പറഞ്ഞതിൽ ഇന്നി വന്നു. ഹാഷിം ആദ്യം പറഞ്ഞതിൽ ഇന്നി വന്നു, ഹാഷിം രണ്ടാമത് പറഞ്ഞതിൽ ഇന്നഹു വന്നു. ഓക്കെ, അപ്പൊ അത് സർവനാമങ്ങളോടൊപ്പം ചേർത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്ന ഇന്നഹ. അത് കഴിഞ്ഞിട്ട് മുദരിസ് പറയുകയാണ് ഇന്ന സഅതക ജമീലും, ഇന്ന സഅതക ജമീലും. അപ്പൊ ഇന്നയ്ക്ക് ശേഷം ഒരു നൗൺ വന്നു. ഇവിടെ എന്താണ്? സഅത്തുൻ എന്ന നൗണാണ്. ആ നൗണിന് അടിസ്ഥാനപരമായി എന്താണ് അടയാളം വേണ്ടത്? ലമ്മാണ് വേണ്ടത്. കിതാബൻ വലതുൻ ദൽവുൻ കൽബുൻ, വലതുൻ ദൽവുൻ കൽബുൻ എന്നൊക്കെ പറയുന്ന പോലെ ലമ്മാണ് വേണ്ടത്. പക്ഷെ ഇന്ന വന്നത് കൊണ്ട് ശേഷം വരുന്ന ആദ്യത്തെ നാമത്തിന് എന്തായിരിക്കും വരിക? അവസാനം, നാമത്തിന്റെ അവസാനം ഫത്ഹയായിരിക്കും വരിക. ഇന്ന സഅത, സഅത്തിൻ എന്നതാണ് നാമം. ആ സഅത്തിന്റെ അവസാനത്തെ അക്ഷരം തായാണ്, അതുകൊണ്ട് തായ്ക്ക് ഫത്ഹ കൊടുത്തു. സഅതക അല്ല, അതൊരു പദമാണ്, പക്ഷെ നാമമല്ല. ആ നാമം എന്താണ്? സഅത്തുൻ എന്നതാണ് നാമം. അപ്പൊ ഇന്ന വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? സഅത്തിന് ഫത്ഹ കൊടുക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന ഉപയോഗിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറയും, ഇന്ന ഉപയോഗിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറയും. ആ കാര്യം എന്താണോ, അല്ലെങ്കിൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ അവസാനം ഫത്ഹ കൊടുക്കണം. ഇന്ന ഉപയോഗിച്ച് ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സഅത്തിനെ കുറിച്ചാണ് പറയുന്നത്, വാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സഅത്തിന്റെ അവസാനത്തിന് ഫത്ഹ കൊടുക്കണം. പിന്നെ സഅതക, ഏത് സഅത്താണ്? നിന്റെ വാച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഇന്നയുമായി ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമില്ല. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സഅത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ നാമത്തിന്റെ അവസാനം ഫത്ഹ കൊടുക്കണം. ഇന്ന സഅതക ജമീലത്തുൻ, എന്താണ്? എങ്ങനെയുള്ളതാണത്? ജമീലത്തുൻ, ഭംഗിയുള്ളതാണ്. യാ ഹാഷിം, ഹാഷിമെ നിന്റെ വാച്ച് ഭംഗിയുള്ളതാണ്. അമിനൽ യാബാനി ഹിയ, ഹിയ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സഅത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഹിയ ഉപയോഗിച്ചത്. അതുകൊണ്ട് സഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഇവിടെ ഹിയ വന്നു. അമിനൽ യാബാനി, അത് ജപ്പാനിൽ നിന്നുള്ളതാണോ? അൽ യാബാനി, അൽ വരുന്നതിനൊക്കെ എന്ത് ചെയ്യും? അൽ വന്നു കഴിഞ്ഞാൽ കസ്ര സ്വീകരിക്കും കേട്ടോ. ഇവിടെ എന്താണ്? അൽ വന്ന നാമമാണ്. അമിനൽ യാബാനി,
അപ്പൊ അവിടെ കസർ സ്വീകരിച്ചു. ആ മിനൽ യാബാനി, ജപ്പാനിൽ നിന്നുള്ളതാണോ അത്? ഹിയ, അത്. ഹാഷിം ലാ ഇന്നഹ മിനൽ ഹിന്ദ്. അപ്പൊ എന്തായി? ഇന്നഹു കഴിഞ്ഞിട്ട് ഇന്നഹായും വന്നു. തീർച്ചയായും അവൾ. ഇവിടെ സാത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നഹ ഉപയോഗിച്ചത്. അതുകൊണ്ട് തീർച്ചയായും അത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇല്ല, ഇന്നഹ മിനൽ ഹിന്ദി, അത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അത് മുദർരിസ് അധ്യാപകൻ. അഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ, അഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ. നേരത്തെ നാം ഇത് പഠിച്ചിട്ടുണ്ട്. ഗാലിയത്തുൻ വിലപിടിപ്പുള്ളത്, ഗാലിയത്തുൻ വിലപിടിപ്പുള്ളത്. റഖീസത്തുൻ, ഗാലിയത്തിന്റെ വിപരീതമാണ് റഖീസത്തുൻ. ഗാലിയത്തുൻ, ആ ഗാലിയത്തുൻ ഹിയ, അത് വിലപിടിപ്പുള്ളതാണോ? അം റഖീസത്തുൻ, അതല്ല അത് ചീപ്പാണോ? ഗാലിയത്ത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി, റഖീസത്തുൻ ചീപ്പ്. അത് വില കുറഞ്ഞതാണോ? അതല്ല വില കൂടിയതാണോ? അപ്പോൾ ഈ ഓപ്പോസിറ്റ് പദങ്ങൾ പഠിക്കുന്നത് പ്രത്യേകം ടേബിൾ ഉണ്ടാക്കി എഴുതി വെച്ചേക്കണം. വിപരീത പദങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഗാലിയത്തിൻ വിലപിടിപ്പുള്ളത്, അതിന്റെ വിപരീതം റഖീസത്തുൻ ചീപ്പ്, വില കുറഞ്ഞത്. ഹാഷിം ഇന്നഹ റഖീസത്തുൻ, അത് വില കുറഞ്ഞതാണ്. അപ്പോ ഇന്നഹു കഴിഞ്ഞിട്ട് ഇന്നഹായും വന്നു. റഖീസത്തുൻ ജിദ്ദൻ, ജിദ്ദൻ എന്ന് പറയുന്നത് വളരെയധികം, എലോട്ട്, വളരെ വില കുറഞ്ഞതാണ്. ജിദ്ദൻ, റഖീസത്തുൻ ജിദ്ദൻ. ഇന്നഹ ബിമിഅത്തി റൂബിയത്തിൻ ഫഖത്ത്. ഫഖത്ത് എന്ന് പറഞ്ഞാൽ ഒള്ളി, പുതിയ വാക്കാണ് ഫഖത്ത്, ഒള്ളി. ഫഖത്ത് എപ്പോഴും സുക്കൂനായിരിക്കും കേട്ടോ. ഫഖത്ത്, ഫഖത്ത്, അതിനാൽ എന്നുള്ള ഫ അല്ല, ഫഖത്ത് ഒരുമിച്ചാണ്. ഫഖത്ത് ഒള്ളി. നമ്മള് അക്ഷരത്തിൽ സംഖ്യകൾ അക്ഷരത്തിലേക്ക് എഴുതുമല്ലോ. 100 എന്നതിന് 100 എന്ന് മാത്രം നമ്മൾ എഴുതുമല്ലോ അക്ഷരത്തിൽ. അക്ഷരത്തിൽ എഴുതുമ്പോഴത്തേക്ക് എന്ത് പറയും? 100 മാത്രം എന്ന് പറയും, 100 രൂപ മാത്രം. അപ്പൊ അതിന്റെ കൂടെ ചേർക്കുന്നതാണ് ഒള്ളി. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒള്ളി ചേർക്കും, അറബിയിൽ വരുമ്പോൾ ഫഖത്ത് എന്നാണ് ചേർക്കുക. അപ്പോ ഇറ്റ് ഈസ് ഓൺലി 100 rupees. ഇന്നഹ ബിമിഅത്തി റൂബിയത്തിൻ. അപ്പൊ ഇവിടെ ബിമിഅത്തി എന്ന് പറഞ്ഞാൽ അത് 100 രൂപയ്ക്കുള്ളതാണ് എന്നാണ്. അത് 100 രൂപ മാത്രം വിലയുള്ളതാണ് എന്നതിനാണ് ബി ഉപയോഗിച്ചത്. അത് 100 രൂപയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ വില 100 രൂപ മാത്രമാണ് എന്ന പ്രയോഗത്തിനാണ് ബി ഉപയോഗിച്ചത്. ഇന്നഹ ബിമിഅത്തി റൂബിയത്തിൻ ഫഖത്ത്, ഒള്ളി. അൽ മുദർരിസ് കം അഖൻ ലക യാ ഹാഷിം. കം അഖൻ ലക യാ ഹാഷിം. നമ്മൾ നേരത്തെ പഠിച്ചാണ് കമ്മിന് ശേഷം വരുന്നതിന് എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം, ഫത്തഹ് തൻവീൻ ഉണ്ടായിരിക്കണം. കം അഖൻ, എത്ര സഹോദരന്മാരുണ്ട്? ലക, നിനക്ക്. യാ ഹാഷിം, ഹാഷിമെ. ഹാഷിം ലീ സലാസത്തു ഇഖ്വത്തിൻ. ലീ സലാസത്തു ഇഖ്വത്തിൻ. അഖിന്റെ ബഹുവചനമാണ് യഹ്വത്ത്. അഖിന്റെ ബഹുവചനം യഹ്വത്താണ്. യഹ്വത്ത് എന്താണ്? പുല്ലിംഗ പദമാണ്. യഹ്വത്ത് പുല്ലിംഗ പദമാണ്, പുല്ലിംഗമാണ്. സഹോദരന്മാർ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം കൊണ്ട് അത് പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗമായതിന് എണ്ണം പറയുമ്പോൾ എന്ത് ചെയ്യണം? താ ചേർക്കണം, സലാസത്തു. പിന്നെ എന്ത് ചെയ്യണം? എണ്ണത്തിന്റെ ശേഷം വരുന്ന പദം ആ പദത്തിന് എന്തായിരിക്കണം? കസ്ർ കൊടുക്കണം. ലീ സലാസത്തു ഇഖ്വത്തിൻ, എനിക്ക് 3 സഹോദരന്മാരുണ്ട്. അത് മുദർരിസ്. ആ തുല്ലാബിൻ ഹും, ആർ ദേ സ്റ്റുഡൻസ്? ആ ആണോ, ഉണ്ടോ? ആ ആണോ. തുല്ലാബിൻ സ്റ്റുഡൻസ്, ഹും അവർ സ്റ്റുഡൻസ് ആണോ? അവർ പഠിക്കുകയാണോ? ഹാഷിം ലാ ഇന്നഹും തുജാറുൻ. അപ്പോ ഇന്നഹും പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇന്നഹ വരെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, ഇന്നഹ. അത് കഴിഞ്ഞിട്ട് പിന്നെ തുല്ലാബിൻഹും ലാ ഇന്നഹും തുജാറുൻ. താജിറിന്റെ ബഹുജനമാണ് തുജാർ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പദങ്ങൾ കൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ. ഇവിടെ നമ്മൾ ഇന്നയാണ് പഠിക്കുന്നത്. ഇന്നഹും, തീർച്ചയായും അവർ, തുജാറുൻ ബിസിനസ്മെന്നാണ്. അവരൊക്കെ എന്താണ്? കച്ചവടക്കാരാണ്. അപ്പൊ കം ഉഖ്തൻ ലക, നേരത്തെ പറഞ്ഞതുപോലെ കം ഉഖ്തൻ ലക,
കമ്മിന് ശേഷമുള്ളതിന് ഫത്തഹ് തൻവീൻ കൊടുക്കണം, ഏകവചനമായിരിക്കും. കം ഒഹ്തൻ ലക്ക, നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? അഹുന്റെ സ്ത്രീലിംഗം ഒഹ്ത്. ലീ അർബഉ അഖവാത്തിൻ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എണ്ണത്തിന് ശേഷം പറയുന്നത് പുല്ലിംഗമാണെങ്കിൽ സ്ത്രീലിംഗത്തിന്റെ അടയാളം ചേർക്കണം. എണ്ണത്തിന് ശേഷം പറയുന്ന സ്ത്രീലിംഗമാണെങ്കിൽ അവിടെ ഒന്നും ചേർക്കണ്ട. അർബഉ അഖവാത്തിൻ, അർബഉ അഖവാത്തിൻ. അപ്പൊ അതേപോലെ അവിടെ ബഹുവചനമാണ് ചേർക്കുന്നത്, 10 വരെ ബഹുവചനമാണ് ചേർക്കേണ്ടത്. അർബഉ അഖവാത്തിൻ, സലാസത്തു ഇഖ്വത്തിൻ, ലീ സലാസത്തു ഇഖ്വത്തിൻ. ഈ ലാംഗ്വേജും ഇതിന്റെ ഘടനയും ഓർമ്മിച്ച് വെക്കണമെങ്കിൽ ഇത് പല പ്രാവശ്യം വായിക്കുക. ലീ സലാസത്തു ഇഖ്വത്തിൻ, ലീ അർബഉ അഖവാത്തിൻ. അപ്പോ അർബഉ എന്നുള്ളത് താ ഇല്ലാത്തതാണ്, അഖവാത്തിൻ സ്ത്രീലിംഗമാണ്. ലീ അർബഉ അഖവാത്തിൻ അൽ മുദരിസ്. അഫിൽ ഹിന്ദി ഹുന്ന അൽ അൻ, അഫിൽ ഹിന്ദി ഹുന്ന അൽ അൻ. ഹുന്ന ആ സ്ത്രീകൾ, ഹുന്ന ആ സ്ത്രീ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഹുവ ഹും, അൻത അൻതും, അന നഹ്നു, ഹിയ ഹുന്ന. ഹിയ ഏകവചനം, ഹുന്ന ബഹുവചനം, സ്ത്രീകൾ, ആ സ്ത്രീകൾ. അഫിൽ ഹിന്ദി ഹുന്ന അൽ ആൻ, അവർ ഇപ്പോൾ ഇന്ത്യയിലാണോ? ആർ ദേ ഇൻ ഇന്ത്യ നൗ ഓർ അറ്റ് പ്രസന്റ്? ലാ, ഇന്നഹുന്ന ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്തി മഅ അബി വ ഉമ്മി. ലാ ഇന്നഹുന്ന. അപ്പോ ഇന്നഹ വന്നു, ഇന്നഹുന്നയും വന്നു. അപ്പൊ ഇന്നഹു ഇന്നഹും, ഇന്നക്ക ഇന്നക്കും, ഇന്നി ഇന്ന, ഇന്നഹ ഇന്നഹുന്ന. ഇന്നഹ തീർച്ചയായും അവൾ, ഇന്നഹുന്ന തീർച്ചയായും ആ പെണ്ണുങ്ങൾ, ആ സ്ത്രീകൾ. ലാ ഇന്നഹുന്ന ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്തി, അവർ ഹുന ഇവിടെ, ഹുന ഇവിടെ, ഹുനാക്ക അവിടെ, ഹുന ഇവിടെ. ഹാ ഹുനായും പറയും, ഹാ ഹുന ഇവിടെ. ലാ ഇന്നഹുന്ന ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്തി, അല്ല ഇന്നഹുന്ന തീർച്ചയായും അവർ, ഹുന ഇവിടെയുണ്ട്, ബിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിൽ. മഅ അബി വ ഉമ്മി, എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഒപ്പം, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒപ്പം. അത് മുദരിസ്, മുദരിസ് ചോദിക്കുകയാണ്. ആ താലിബാത്തുൻ ഹുന്ന, ആർ ദേ സ്റ്റുഡൻസ്? അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞത് ആ തുല്ലാബുൻ ഹും, ആ തുല്ലാബുൻ ഹും, അവർ സ്റ്റുഡൻസ് ആണോ? ആ തുല്ലാബുൻ ഹും. അപ്പൊ തുല്ലാബ് എന്തായിരുന്നു? പുല്ലിംഗമായതുകൊണ്ടാണ് ഹും എന്ന് ഉപയോഗിച്ചത്. ഇവിടെ ആ താലിബാത്തുൻ ഹുന്ന, അവർ ആ സ്ത്രീകൾ സ്റ്റുഡൻസ് ആണോ? അപ്പൊ താലിബാത്തുൻ എന്ന് വന്നു, ഹുന്നയും വന്നു. ലാ ഇന്നഹുന്ന മുദർരിസാത്തുൻ ബിൽ മദീനത്തിൽ മുനവ്വറത്തി. ലാ ഇന്നഹുന്ന തീർച്ചയായും അവർ, ഹുന്ന വീണ്ടും ഇന്നഹുന്ന വീണ്ടും ആവർത്തിച്ചു. ഇന്നഹുന്ന മുദർരിസാത്തുൻ, അവർ അധ്യാപികമാരാണ്. ബിൽ മദ്രസത്തി സനവിയ, ബിൽ മദ്രസത്തി സനവിയ, സെക്കൻഡറി സ്കൂൾ. അവർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് അല്ല, സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരാണ്. ഇതാണ് ലെസന്റെ ഭാഗം. അപ്പൊ ഇവിടെ പഠിച്ചത് ഇന്നഹു മുതൽ ഇന്നഹുന്ന വരെയാണ്. നിങ്ങൾ പറഞ്ഞു നോക്കുക. ഇന്നഹു ഇന്നഹും, ഇന്നക്ക ഇന്നക്കും, ഇന്നി ഇന്ന, ഇന്നഹ ഇന്നഹുന്ന. ഇത്രയുമാണ് പഠിച്ചത്. ഇനി അതിന്റെ എക്സസൈസ് ആണ്. ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതണം. മിൻ ഐന ഹാഷിമുൻ, ഹാഷിം എവിടെയുള്ള ആളാണ്? ഹുവ മിനൽ ഹിന്ദി, ഹുവ മിനൽ ഹിന്ദി. അല്ലെങ്കിൽ ഹാഷിമുൻ മിനൽ ഹിന്ദി, ഹാഷിം ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. അയ്യുഹിബ്ബുഹുൽ മുദർരിസു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ പറയാൻ കാരണം. അപ്പോ വഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു. ഈ രണ്ട് വാക്ക് നമ്മൾ ഈ ലെസണിൽ പഠിക്കണം. അയ്യുഹിബ്ബുഹു അൽ മുദർരിസു, അധ്യാപകൻ അവനെ ഇഷ്ടപ്പെടുന്നു. നഅം, അതെ. യുഹിബ്ബുഹുൽ മുദർരിസു കസീറൻ, അന ഉഹിബ്ബുക കസീറൻ എന്നല്ലേ പറഞ്ഞത്. നഅം യുഹിബ്ബുഹുൽ മുദർരിസു കസീറൻ, അതെ അവനെ
അധ്യാപകൻ ധാരാളം ഇഷ്ടപ്പെടുന്നു. മിൻ ഐന സാഅത്തുഹു, മിൻ ഐന സാഅത്തുഹു, അവന്റെ വാച്ച് എവിടെ നിന്നുള്ളതാണ്? സാഅത്തുഹു മിനൽ ഹിന്ദി, സാഅത്തുഹു മിനൽ ഹിന്ദി. റഖം 4, സുആൽ 4, ബികം ഹിയ, ബികം ഹിയ. അപ്പോ എത്ര വിലയുള്ളതാണ് എന്ന് ചോദിക്കുന്നതിന് എന്താ പറയാ? ബി ചേർക്കണം. കം ഹാദ എന്ന് ചോദിക്കാം കേട്ടോ, കം ഹാദ, ഇത് എത്രയാണ്. പക്ഷേ അതിനേക്കാളും ബി കം ഹാദ എന്ന് ചോദിച്ചാൽ ഇതിന്റെ വില എത്രയാണ്, അല്ലെങ്കിൽ ഇത് എത്ര വിലയ്ക്ക് വിൽക്കും എന്നായി ആശയം. കം ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് എന്നാണ്. അപ്പൊ കം ഹാദ എന്ന് ചോദിച്ചാൽ രണ്ടർത്ഥമാകാം. കം ഹാദ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാക്കറ്റാണ്, പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ള ചോദ്യമാകാം. അല്ലെങ്കിൽ ഇത് ഇപ്പോ ഇങ്ങനെ ചോദിച്ചു, കം ഹാദ എന്ന് ചോദിച്ചാൽ ഇത് എത്ര എണ്ണം ഉണ്ട്, ഇത് എത്ര ബുക്കുണ്ട് എന്ന് ചോദിക്കുന്ന പോലെയും ആകാം. അതേസമയം ബികം ഹാദ എന്ന് ചോദിച്ചാൽ ഇത് എന്ത് വിലയ്ക്ക് വിൽക്കും, അല്ലെങ്കിൽ ഇത് എന്ത് വിലയുള്ളതാണ് എന്നാണ് അർത്ഥം. ഇവിടെ ബികം ഹിയ, അത് എത്ര വിലയുള്ളതാണ്? ഹിയ ബിമിഅതി റൂബിയത്തിൻ ഫഖത്ത്. അല്ലെങ്കിൽ ഇന്നഹ ഉപയോഗിക്കാം കേട്ടോ. ഇന്നഹ ബിമിഅതി റൂബിയത്തിൻ ഫഖത്ത്. 5-ാം പേജിൽ, ടെക്സ്റ്റിൽ 5-ാം പേജിൽ താഴേന്ന് 2ാമത്തെ വരി. 5, കം അഖൻ ലഹു, ലഹു എത്ര അഖുണ്ട്? ലഹു സലാസത്തു യഖ്വത്തിൻ, ലഹു സലാസത്തു യഖ്വത്തിൻ. അപ്പൊ അവിടെ സലാസത്ത് എഴുതണം, യഖ്വത്തും എഴുതണം. കം ഉഖ്തൻ ലഹു, കം ഉഖ്തൻ ലഹു, ലഹു അർബഉ അഖവാത്തിൻ, ലഹു അർബഉ അഖവാത്തിൻ. അപ്പൊ അർബഇന് ഇവിടെ താ വേണ്ട, അർബഉ അഖവാത്തിൻ. ഐന അഖവാത്തുഹു, എവിടെയാണ് അയാളുടെ സഹോദരിമാർ? അഖവാത്തുഹു, അഖവാത്തുഹു ബിൽ മദീനത്തിൽ മുനവ്വറത്തി മഅ, മഅ അല്ല, മഅ വേണ്ട, പിന്നെ അപ്പൊ അത് മാറ്റേണ്ടി വരും. കാരണം മഅ അബി എന്ന് പറയാൻ പറ്റില്ല. മഅ അബി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പയുടെ കൂടെ. മഅ അബീഹ, അവരുടെ പിതാവിനോടൊപ്പം. അല്ലെങ്കിൽ മഅ അബീഹിന്ന. അപ്പോ അത്രയും എഴുതിയാൽ മതി, ചുരുക്കി എഴുതിയാൽ മതി. ചുരുക്കി എഴുതിയാല് എന്താ ചോദ്യം? അയിന അഖവാത്തുഹു. അപ്പൊ എന്ത് ഉത്തരം എഴുതുക? അഖവാത്തുഹു ബിൽ മദീനത്തിൽ മുനവ്വറത്തി, അഖവാത്തുഹു ബിൽ മദീനത്തിൽ മുനവ്വറത്തി. ഓക്കെ, അടുത്ത ചോദ്യം, അല്ല അടുത്ത മെയിൻ ചോദ്യം. ല ഹാദിഹിൽ അലാമത്തു, ല ഹാദിഹിൽ അലാമത്തു. അലാമത്ത് സഹീഹ് എന്നും പറയാം കേട്ടോ. അലാമത്ത് സഹീഹ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ശരി മാർക്ക്, അല്ലെങ്കിൽ അതെ ശരി അടയാളം രേഖപ്പെടുത്തുക എന്ന് പറയുന്നില്ല. ല ഹാദിഹിൽ അലാമത്തു, ഈ ചിഹ്നം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇടുക. അമാമൽ ജുമലി സഹീഹത്തി, ശരിയായ വാക്യത്തിന്റെ നേരെ, വാക്യത്തിന്റെ മുന്നിൽ എന്നാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് നേരെ എന്ന് ഉപയോഗിക്കാം. വഹാദിഹിൽ അലാമത്തു, അല്ലെങ്കിൽ അലാമത്ത് ഖത എന്നും പറയാം. ഖത തെറ്റ്, സഹീഹ് ശരി. ഇപ്പൊ അലാമത്ത് ഖത എന്ന് പറയാം. അലാമത്ത് ഖത എന്ന് പറഞ്ഞാൽ ഇൻറ്റു മാർക്ക്, തെറ്റടയാളം. അമാമൽ ജുമലില്ലത്തി ലൈസത്ത് സഹീഹത്തൻ, സഹീഹ് അല്ലാത്ത, ശരിയല്ലാത്ത സെന്റൻസിന്റെ നേരെ എന്ത് ചെയ്യുക? ഗുണന ചിഹ്നം കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റടയാളപ്പെടുത്തുക. 1, ആ ഹാഷിമുൻ ത്വാലിബുൻ കസ്ലാനു. 1 എ എന്താണ്? 1 ഹംസ്, ഹംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എ ബി കഴിഞ്ഞിട്ട് ബി ഉപയോഗിക്കുന്ന പോലെയാണ്. ഹംസ് ഹാഷിമുൻ ത്വാലിബുൻ കസ്ലാനു സഹീഹുൻ അം ഖതഉൻ, സഹീഹാണോ തെറ്റാണോ? നമ്മൾ പഠിച്ചു കേട്ടോ, അതല്ല. അപ്പോ സഹീഹുൻ അം ഖതഉൻ, ശരിയാണോ തെറ്റാണോ? ഹാഷിമുൻ ത്വാലിബുൻ കസ്ലാനുൻ, തെറ്റ്.
ബി ഹാഷിമുൻ താലിബുൻ മുജിത്തഹിദുൻ സഹീഹ്. അപ്പൊ ശരി അടയാളം. ഇസ്നൈൻ ഹംസ് സാഅത്തുഹു റഖീസത്തുൻ. സഹീഹ് ആണോ ഖത ആണോ? സഹീഹ്. സാഅത്തുഹു റഖീസത്തുൻ. സാഅത്തുഹു ഗാലിയത്തുൻ തെറ്റ്. അപ്പൊ റഖീസത്തിന്റെ ഓപ്പോസിറ്റ് ഗാലിയത്തുൻ. റഖം ثلاثة ഹംസ് സാഅത്തുഹു بألف روبية. സാഅത്തുഹു بألف روبية സഹീഹുൻ അം ഖതഉൻ? ഖത തെറ്റ്. സാഅത്തുഹു بمئة روبية സഹീഹ് ശരി. 4 ഹംസ് അഖവാതുഹു بالمدينة المنورة സഹീഹ്. باء أخواته بالهند خطأ തെറ്റ്. 3 തഅമ്മൽ മാ യലി താഴെ പറയുന്നവയെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ TPI പറയുന്നു, ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ പറയുന്നില്ല, അതേപോലെ ചിന്തിച്ചുകൊണ്ട് പറയുക. ഇന്നയുടെ കൂടെ ഇന്ന അധികം ഹുവ, ഇന്നയുടെ കൂടെ ഹുവ ചേർത്താൽ ഇന്ന ഹു, ഇന്നയുടെ കൂടെ ഹിയ ചേർത്താൽ ഇന്ന ഹ, അതിന്റെ കൂടെ അന്ത ചേർത്താൽ ഇന്നക്ക, അന്തി ചേർത്താൽ ഇന്നക്കി. അതും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അന്ത മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുള്ളൂ. അന്തി ഉണ്ട്. അപ്പൊ അന്തി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ. അന്തി വന്നാൽ അന്തി ചേർത്താൽ എന്താവും? ഇന്നക്കി എന്നാവും. അന്ത ചേർത്താൽ ഇന്നക്ക, അന്തി ചേർത്താൽ ഇന്നക്കി. ഇന്നയുടെ കൂടെ അന ചേർത്താൽ ഇന്നനി എന്നും പറയാം, ഇന്നി എന്നും പറയാം. ഇന്നനി ബറാഉൻ മിമ്മ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇന്നനി ബറാഉൻ. അപ്പൊ തീർച്ചയായും ഞാൻ. ഇന്നയുടെ കൂടെ ഹും ചേർത്താൽ ഇന്ന ഹും, ഹുന്ന ചേർത്താൽ ഇന്ന ഹുന്ന, അൻതും ചേർത്താൽ ഇന്നക്കും, അൻതുന്ന ചേർത്താൽ ഇന്നക്കുന്ന. അൻതുന്ന നമ്മൾ പഠിച്ചോ? ഹുവ ഹും, അൻത അൻതും, അൻതി അൻതുന്ന. അൻത അൻതും എന്ന് പറഞ്ഞാൽ രണ്ടും പുരുഷന്മാർക്കുള്ളതാണ്. അൻതി എന്ന് പറഞ്ഞാൽ സ്ത്രീ. അൻതി നീ ഒരു സ്ത്രീ. അതിന്റെ ബഹുവചനമാണ് അൻതുന്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ. അപ്പൊ ഇന്നയുടെ കൂടെ അൻതുന്ന ചേർത്താൽ ഇന്ന കുന്ന എന്നാണ് വരിക കേട്ടോ. കാരണം ഇന്നയുടെ കൂടെ അൻതും ചേർത്താൽ ഇന്നക്കും, ഇന്നയുടെ കൂടെ അൻത ചേർത്താൽ ഇന്നക്ക, ഇന്നക്ക ഇന്നക്കും. അതേപോലെ ഇന്നക്കി, ഇന്നക്കി തീർച്ചയായും നീ ഒരു സ്ത്രീ. ഇന്നക്കുന്ന തീർച്ചയായും നിങ്ങൾ സ്ത്രീകൾ. അതേപോലെ ഇന്നയുടെ കൂടെ നഹ്നു ചേർത്താൽ ഇന്നന അല്ലെങ്കിൽ ഇന്ന, ഇന്നന എന്നും പറയാം, ഇന്ന എന്നും പറയാം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്നഹു ഇന്നഹും, ഇന്നക്ക ഇന്നക്കും, ഇന്നി ഇന്ന, ഇന്നഹ ഇന്നഹുന്ന. അതോടൊപ്പം രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇന്നക്കി ഇന്നക്കുന്ന. ഇന്നക്കി തീർച്ചയായും നീ ഒരു സ്ത്രീ, ഇന്നക്കുന്ന തീർച്ചയായും നിങ്ങൾ കുറെ സ്ത്രീകൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്ത് തരാം. മൈക്ക് ഓണാണ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക? മൈക്ക് ഓൺ ചെയ്യണം. നമ്മുടെ കൺട്രോൾ പാനലിൽ മൈക്കിന്റെ അടയാളം ഉണ്ടാകും. അവിടെ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം ചുരുക്കിയേ ചോദിക്കാവൂ, ദീർഘിപ്പിച്ച് ചോദിക്കരുത്. ലളിതമായിരിക്കും ചോദ്യം. ഇനി ഇന്നയുടെ അതിനെ കുറിച്ചുള്ള പ്രാക്ടീസ്. അദ്ഖിൽ ഇന്ന അലൽ ജുമലിൽ ആത്തിയ, അൽ ആത്തിയത്തി. ചുവടെ വരുന്ന അല്ലെങ്കിൽ അതെ ചുവടെ വരുന്ന വാക്യങ്ങളിൽ ഇന്ന ചേർത്ത് എഴുതുക. ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ടെസ്റ്റിലുണ്ടാവില്ല, ഇവിടെ ഡിസ്പ്ലേയിലുള്ള ടെസ്റ്റിലുണ്ട്. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ഇന്ന. ഇന്ന ഉപയോഗിച്ച് ഇത് സെന്റൻസ് റീറൈറ്റ് ചെയ്യുക. ഹുവ താജിറുൻ എന്തെഴുതും? ഇന്നഹു താജിറുൻ.
അന താലിബുൻ എങ്ങനെ മാറ്റി എഴുതാം? ഇന്നയുടെ കൂടെ അന ചേർത്താൽ ഇന്നി താലിബുൻ. 3 ഹും മിനൽ യാബാനി ഇന്ന ചേർത്താൽ ഒരു മാറ്റമില്ല, ഇന്നഹും മിനൽ യാബാനി. അൻതും അസ്കിയാഉ, അപ്പോ ജക്കിയുന്റെ ബഹുവചനം അസ്കിയാഉ കേട്ടോ. ജക്കിയുൻ നമ്മൾ നേരത്തെ പറഞ്ഞു, താലിബുൻ ജക്കിയുൻ ബുദ്ധിയുള്ള ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അൻതും അസ്കിയാഉ, ജക്കിയുന്റെ ബഹുവചനം അസ്കിയാഉ, രണ്ട് തമ്മിൽ എവിടെ തമ്മേ ഉള്ളു. അൻതും അസ്കിയാഉ ഇന്ന ചേർത്താൽ ഇന്നക്കും അസ്കിയാഉ. ഹിയ മുതസവ്വിജത്തുൻ, മുതസവ്വിജത്ത് എന്ന് പറഞ്ഞാൽ മാരീഡ്, മാരീഡ് വിവാഹം ചെയ്യപ്പെട്ടവൾ. ഹിയ മുതസവ്വിജത്തുൻ അവൾ വിവാഹിതയാണ്. ഇന്ന ചേർത്താൽ ഇന്നഹ മുതസവ്വിജത്തുൻ. നഹ്നു മുസ്ലിമൂന, നഹ്നു മുസ്ലിമൂന ഇന്ന ചേർത്താൽ ഇന്ന മുസ്ലിമൂന അല്ലെങ്കിൽ ഇന്നന മുസ്ലിമൂന. അൻതുന്ന മുജ്തഹിദാത്തുൻ, അൻതുന്ന മുജ്തഹിദാത്തുൻ. അൻതുന്ന വരുമ്പോ ഇന്നകുന്ന മുജ്തഹിദാത്തുൻ. 8 ഹുന്ന മുസ്ലിമാത്തുൻ, ഹുന്ന മുസ്ലിമാത്തുൻ ഇന്ന ചേർത്താൽ വ്യത്യാസമില്ല, ഇന്നഹുന്ന മുസ്ലിമാത്തുൻ, ഇന്നഹുന്ന മുസ്ലിമാത്തുൻ. അൻത റജുലുൻ ഗനിയ്യുൻ, അൻത റജുലുൻ ഗനിയ്യുൻ ഇന്ന ചേർത്താൽ ഇന്നക റജുലുൻ ഗനിയ്യുൻ. അന്തയ്ക്ക് പകരം ഇന്നക്കായാണ് വരിക, ഇന്നക റജുലുൻ ഗനിയ്യുൻ. 10 അൻതി ജക്കിയ്യത്തുൻ, അൻതി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയോട് പറയുന്നതാണ് അൻതി. ജക്കിയ്യത്തുൻ ബുദ്ധിയുള്ളവളാണ്. അപ്പൊ ഇന്ന ചേർത്താൽ ഇന്നക്കി ജക്കിയ്യത്തുൻ, തീർച്ചയായും നീ ബുദ്ധിശാലിയാണ്. ഓക്കെ, സംശയങ്ങൾ ഏതുമില്ല. ഓക്കെ, നമ്മളിവിടെ നിർത്തുകയാണ്. ഇനിയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, അവർ ലോഗിൻ ആകാത്തതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ 4ാമത്തെ എക്സസൈസിൽ ഞാൻ നിർത്തുകയാണ്. 5ാമത്തെ എക്സസൈസ് വന്നത് കുറച്ചുകൂടി വിശദീകരണം അർഹിക്കുന്നതാണ്. ഇതുവരെയുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെയാണ്. ഇനി കുറച്ചുകൂടി വിശദീകരണം അർഹിക്കുന്നതാണ് ഭാഗം 5, എക്സസൈസ് നമ്പർ 5 അല്ലെങ്കിൽ തംരീൻ റഖം 5. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും അത് മുഖേന ഖുർആൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അറബ് നാടുകളിലും അതേപോലെ അറബ് നാടുകളിൽ പോകുമ്പോൾ അറബി ഭാഷ കൈകാര്യം ചെയ്യാനും അനായാസേന കൈകാര്യം ചെയ്യാനും അറബിയിൽ ഒരുപാട് ഡോക്യുമെന്റുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. നമുക്ക് ഏത് പുസ്തകം വേണം ആ പുസ്തകത്തിന്റെ സെർച്ച് ചെയ്യുമ്പോൾ ആ പുസ്തകത്തിന്റെ പേര് അറബിയിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൽ PDF എന്ന് കൂടി കൊടുത്താൽ അറബി പുസ്തകങ്ങൾ വരും. ഒരുപാട് അറബി പുസ്തകങ്ങൾ PDF വെർഷനായി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ അറബി ഭാഷയിൽ വിരചിതമായിട്ടുണ്ട്. ഒരുപാട് വിജ്ഞാനത്തിന്റെ ഒരുപാട് ശേഖരം ഉണ്ട്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ശേഖരം അധികവും നിൽക്കുന്നത് അറബി ഭാഷയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ കരസ്ഥമാക്കാനും അത് മുഖേന സ്വർഗപ്രാപ്തി ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. Al is used in some country names and some is not. അത് നമ്മൾ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ചില
ചില നാമങ്ങളോടൊപ്പം അൽ ചേരും, ചില നാമങ്ങളോടൊപ്പം അൽ ചേരുകയില്ല. അത് രാജ്യനാമങ്ങൾ വരുമ്പോൾ അത് വ്യത്യസ്തമാണ്. അത് നമുക്ക് വിശദമായി ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ഇന്ത്യ എന്ന് പറയാറുണ്ട്. അതേസമയം അറബിയിൽ പറയുമ്പോൾ അൽ ഹിന്ദ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയും. USA എന്ന് പറയുമ്പോൾ ഐ ആം ഇൻ USA എന്ന് പറയും. ഐ ആം ഇൻ ദ USA എന്ന് പറയാറില്ല. ഐ ആം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയും. അപ്പോൾ മറ്റ് ഭാഷകളിലുള്ളതുപോലെ തന്നെ ഉള്ള വ്യത്യാസം അറബി ഭാഷയിലുമുണ്ട്. അത് തൽക്കാലം നമ്മൾ പ്രാക്ടീസിലൂടെ കരസ്ഥമാക്കാൻ നോക്കുക. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏത് ഭാഷയുടെയും പ്രാഥമിക ഘട്ടത്തിൽ നാം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമ്മൾ വായിച്ച് ശീലിക്കുക. കുറേ പ്രാവശ്യം വായിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. മാത്രമല്ല, സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു അല്ല് കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഗ്രാമർ തെറ്റിച്ചാണ് അപേക്ഷകൾ എഴുതുന്നത്. നമ്മൾ മലയാളത്തിൽ തയ്യാറാക്കുന്ന അപേക്ഷകളില്ലേ, നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അതിൻ്റെ മുന്നിൽ അപേക്ഷ എഴുതുന്ന ആളുണ്ടാവും. അയാൾ എഴുതുന്നത് തന്നെ പലപ്പോഴും തെറ്റിച്ചിട്ടാണ് എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോഴും ഗ്രാമർ തെറ്റിക്കാറുണ്ട്. പല സൈൻ ബോർഡുകളും ഗ്രാമർ തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. അക്ഷരത്തെറ്റുകളുണ്ട്. പല സൈൻ ബോർഡുകളിലും അക്ഷരത്തെറ്റുകളുണ്ട്. നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഭാഷയിൽ തെറ്റ് വരുത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയെങ്കിൽ മാത്രമേ ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. അപ്പോൾ അറബി ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികളിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ പോലും ഗ്രാമർ തെറ്റ് വരുത്തുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്താൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ പിന്നീട് പറഞ്ഞോളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്പീക്ക് മോർ, റീഡ് മോർ, അണ്ടർസ്റ്റാൻഡ് മോർ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഖുർആൻ വിശാലമായി കിടക്കുകയാണ്. അതേപോലെ ഖുർആന്റെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ വായിക്കാൻ പറ്റിയ മെറ്റീരിയൽ, കേൾക്കാൻ പറ്റിയ മെറ്റീരിയൽ ധാരാളം കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുക, കേൾക്കുക, കൈകാര്യം ചെയ്യുക. അത് മുഖേന നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കാവുന്നതാണ്, ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കാവുന്നതാണ്. നമുക്ക് മനസ്സിലായിക്കോളും, കുറച്ച് മനസ്സിലായിക്കോളും. പിന്നെ അതിലേക്ക് നമ്മൾ വെച്ചോളും. ഇപ്പൊ തന്നെ കുട്ടികൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവര് നോവൽ, ഷോർട്ട് സ്റ്റോറിയൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോ എൻ്റെ പേരക്കുട്ടികൾ പറയാറുണ്ട് അവർക്ക് മലയാളം ബുക്ക് വേണ്ട, ഇംഗ്ലീഷ് ബുക്ക് വേണം. 2ാം ക്ലാസ്സിൽ സ്കൂളിലും 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ UKG പഠിക്കുന്ന കുട്ടിക്കും വേണ്ടത് ഇംഗ്ലീഷ് നോവലാണ്. ചിലപ്പോൾ നമ്മളത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് കാർട്ടൂണുകൾ. അപ്പൊ അത് അവർ വായിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വായിക്കുകയും എൻജോയ് ചെയ്യുന്നത്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മലയാളം പുസ്തകം വേണ്ട, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വേണമെന്ന് പറയും, വേണമെന്ന് പറയും. അവരെങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നു? സ്റ്റോറി അവരെപ്പോഴും ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മുഖേന അവരുടെ ഉച്ചാരണ ശൈലി നന്നാകുന്നുണ്ട്. അതേപോലെ ഒരുപാട് വൊക്കാബുലറി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്രകാരം നമുക്ക് കാർട്ടൂണുകൾ അല്ലെങ്കിൽ അതുപോലുള്ള കോൺവെർസേഷനുകളൊക്കെ ധാരാളം കേൾക്കുകയും ഖുർആൻ തന്നെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓതിക്കൊണ്ടിരിക്കുകയല്ല, മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കുറേ കിട്ടും. കഴിഞ്ഞ പാഠങ്ങൾ, നമ്മുടെ അറബി പുസ്തകത്തിലുള്ള കഴിഞ്ഞ പാഠങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ വായിച്ചു നോക്കുക, കുറേ കാര്യങ്ങൾ കിട്ടും. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ദിവസം കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ ഹാജരാവുക. കൃത്യം 9 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കും. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ലോഗിൻ ചെയ്ത ലിങ്ക് ഏതാണോ അതേ ലിങ്ക് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ടുള്ള ആ ഇമെയിലിൽ പുതിയ ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ആ ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചേക്കുക. ആ ലിങ്ക് ഉപയോഗിച്ച് എപ്പോഴും ജോയിൻ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. അവിചാരിതമായിട്ടാണ് കഴിഞ്ഞ ലിങ്ക് നഷ്ടപ്പെട്ടു പോയത്. ഇത് എനിക്കും ഖേദമുണ്ട്. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹായ സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.